അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ 3 ഭയങ്കരമായ അനുഭവമാണ് പറയാൻ പോകുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് വന്ന 3 ഭയങ്കര അനുഭവം. എനിക്ക് സംശയങ്ങൾ വരും. പക്ഷേ സംശയങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ ഭയങ്കര മടിയാണ്, അഹങ്കാരമാണ്. ആരോടെങ്കിലും ചോദിച്ചിട്ട് മനസ്സിലാക്കണം എന്നുള്ള ഇത് ഭയങ്കര മടി എനിക്ക്. ഞാൻ സ്വയം കണ്ടുപിടിക്കും. അങ്ങനെ എന്തോ ഒരു ഈഗോ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയതാണ്. കഴിയണതോ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്, ചിലപ്പോൾ പറ്റാറില്ല. ചെറുപ്പത്തിലൊന്നും ഞാൻ ഒരു സംശയം ചോദിക്കില്ല ഒരാളോടും, ഒക്കെ എനിക്കറിയും എന്നുള്ള മട്ടിലാണ്. അത് നല്ല സ്വഭാവമല്ല, എന്താ ചെയ്യുക, അങ്ങനെ ആയിപ്പോയിരുന്നു. പിന്നെ പാഠം പഠിച്ച് ഇപ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. എന്നാലും ഇപ്പോഴും മടിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു സംഭവം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാധനം എന്താ അറിയും? ഈ നമ്മൾ പഞ്ചർ കടയിൽ പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കാണാം ഒരു തടിയുള്ളൊരു മരം, അതിൻ്റെ ചുറ്റുമൊരു ടയർ. എങ്ങനെ ഈ ടയർ അവിടെ ആ മരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ കടത്തിയതാണ്? എനിക്ക് മാത്രമല്ല, കുറേ ആളുകൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് ധാരണ ഉണ്ട്. ഇത് ക്ലിയർ ചെയ്യാൻ അറിയില്ല, ഞാൻ ചോദിക്കില്ല, ഞാനാരോടും ചോദിച്ചിട്ടില്ല, പിന്നെ കണ്ടുപിടിച്ചതാണ്. ഇത് ആദ്യമൊക്കെ വിചാരിച്ചു മരത്തിനെങ്ങനെ കുറച്ച് വലിയ അധികം ഇലയൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് മുകളിൽ കൂടെ ടയർ ഇട്ടതാവും. അങ്ങനെ അല്ല. കുറേ ആലോചിച്ച് അതിങ്ങനെ മനസ്സിൽ കിടന്നു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഒരു കടയുടെ അടുത്ത് പോയിട്ട് നോക്കി, ഇത് മുറിച്ചിട്ട് എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വളച്ച് കയറ്റിയതാണ്. അപ്പോൾ കട്ട് ചെയ്ത പാടൊന്നുമില്ല. കടുപ്പം. അപ്പം പിന്നെയും ബുദ്ധിമുട്ടായി. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഞാനത് കണ്ടുപിടിച്ച്. കുറേ വർഷം എടുത്തു, അല്ല മാസങ്ങളെടുത്തു, ഒരു വർഷം ഒക്കെ 2 വർഷമൊക്കെ എടുത്തിട്ടുണ്ടാവും മനസ്സിലാക്കാൻ. എന്തൊരു കഷ്ടം. പക്ഷെ നമുക്ക് അത്ര ആവശ്യമുള്ളൊരു സാധനമല്ല, മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നു. പിന്നെ എവിടെയോ വെച്ച് നമുക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് സംഭവം. മനസ്സിലായോ എങ്ങനെയാണ് ടയർ മരത്തിൻ്റെ ചുറ്റും വന്നത് എന്നുള്ളത്? മനസ്സിലായില്ലേ? മനസ്സിലാവാത്തൊരു കമൻറ്റ് ചെയ്യും. ഒരു കാര്യം. രണ്ടാമത്തെ പ്രശ്നം വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 4ാം ക്ലാസ് കഴിഞ്ഞു ഞാൻ സ്കൂളിൽ. 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂളിലേക്കാണ് പോണത്. ഞങ്ങളുടെ അവിടെ ഹൈസ്കൂളാണെന്ന്. 4ാം ക്ലാസ് വരെ പ്രൈമറി സ്കൂളാണ്. ഇന്നത്തെ പോലെയൊന്നുമല്ല. അങ്ങനെ പോവും. സ്കൂള് ഇന്ന സ്ഥലത്താണ്, അവിടെ അഡ്മിഷനായി എന്ന് പറഞ്ഞാൽ അത് അമ്മ അച്ഛനാരെങ്കിലും പോയിട്ട്. ഈ അഡ്മിഷന് പോയത് ഞാൻ എൻ്റെ സഹോദരനും കൂടിയിട്ടാണ് പോയത്. എൻ്റെ ജ്യേഷ്ഠനും ഞാനും കൂടിയിട്ട് പോയിട്ട് ഇങ്ങനെ ഏതൊരു മാഷ അവിടെ ഇങ്ങനെ ഓഫീസ് റൂമിൻ്റെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ പോയി നിന്നു. എന്നിട്ട് പറഞ്ഞു 4ാം ക്ലാസ് കഴിഞ്ഞു, 5ാം ക്ലാസ്സിലേക്ക് പഠിക്കാനാണ്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഏട്ടനാണ് പറഞ്ഞത്. എന്താ പേര്? അപ്പം അച്ഛനെ അമ്മയൊക്കെ എല്ലാവരും അറിയും. ആരുടെ മക്കൾ, എന്താ അച്ഛൻ്റെ പേര്? അപ്പോൾ അച്ഛൻ്റെ പേര് ഓ മക്കൾ, ഓക്കെ. എന്നാൽ അത് ഇവിടെ എഴുതി വയ്ക്കാം, അമ്മ അച്ഛൻ ആരെങ്കിലും വരുമ്പോൾ അവർ സൈൻ ചെയ്തോളും. എന്നാൽ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ പോന്നു. ബുക്കിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ പിന്നെ അറിഞ്ഞവർ ഒക്കെ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള വലിയൊരു സ്കൂളിലേക്കാണ് പോയത്. ഈ ചെറിയ 4 ക്ലാസ്സുള്ളൊരു സ്കൂളിൽ നിന്ന്, അത് ഓരോ ഡിവിഷൻ 3 or 4 ഉണ്ട്. 5 മുതൽ 10 വരെയുള്ളൂ, 12 എത്തിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ക്ലാസ് റൂമുകളുള്ള വലിയൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്കാണ് പോയത്. അയ്യോ, പേടിച്ചു പോയി. ഞാനാകെ പേടിച്ച് അവശനായി. സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കയറിയിട്ട് ആരോടെങ്കിലും ചോദിക്കും. ഞാൻ ആരോടും ചോദിക്കില്ല. ഒറ്റയ്ക്ക് ഒരു കുട്ടി 5ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. അന്ന് ബാഗൊന്നുമില്ല, സ്കൂൾ ബാഗില്ല. 2 നോട്ട് പുസ്തകം ഉണ്ടാവും കയ്യിൽ. ആ 2 നോട്ട് പുസ്തകമായിട്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ക്ലാസ്സിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. അമ്മ പറഞ്ഞു ഓരോ ക്ലാസ്സിൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എന്നെ ക്ലാസ് എന്ന്. അപ്പോൾ 5ാം ക്ലാസ് എന്ന് കണ്ടാൽ 5ാം ക്ലാസ്സിൽ അവിടെ പോയാൽ മതിയെന്ന്.
അവിടെ ചെന്നപ്പോഴിൽ 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 4 ഡിവിഷനാണ്, ABCD വരെ. എന്തു ചെയ്യും? പരിഭ്രമിച്ചു. ഞാൻ A ക്ലാസ്സിൽ പോയിരുന്നു. അവിടെ വേറെ കുറേ കുട്ടികൾ എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഈ കുട്ടികളൊക്കെ അവരുടെ പ്രീവിയസ് സ്കൂളിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാണ്. എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്ന സ്കൂളിൽ നിന്ന്, മലയാളം മീഡിയം സ്കൂളാണത്, ആ സ്കൂളിൽ നിന്ന് ഈ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ ഹൈസ്കൂളിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ലാംഗ്വേജേ ഉള്ളൂ. ഒന്ന് അറബിക്ക്, ഒന്ന് സംസ്കൃതമാണ്. ഞാൻ സംസ്കൃതമാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്റ്റ് ചെയ്യാൻ എൻ്റെ പഴയ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ തയ്യാറല്ല, അവരാരും വന്നതുമില്ല. അവരൊക്കെ മലയാളം മീഡിയം തന്നെയുള്ള വേറെ സ്കൂളിലേക്ക് പോയി. അയ്യോ, ആരുമില്ലാതെ ഒരു കുട്ടി ഒറ്റയ്ക്ക് ആ A ക്ലാസ്സിലിരുന്നു. A ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് നോക്കി. കുറേ മറ്റു കുട്ടികളൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ്. ഞാൻ ആരുടെയും കൂടെ അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട് ആവില്ല, അത് വേറൊരു ദോഷമാണ്. അപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ ഒരു കലവില സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ഡെസ്കൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ സ്കൂളിൽ 4ാം ക്ലാസ് വരെ ബെഞ്ച് മാത്രമേ ഉള്ളൂ, ബെഞ്ചിലിരുന്നിട്ട് എഴുതുക. ഇവിടെ ഡെസ്കൊക്കെ ഉണ്ട്. അത് ഗംഭീരം. ഡെസ്കിൻ്റെ മുകളിൽ തലയൊക്കെ വെച്ച് ഇങ്ങനെ കടന്നു ഇരിക്കണം. എന്നിട്ടിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഒരു 10-12 അടി ഉയരമുള്ളതാണ് ഈ ക്ലാസ് റൂമൊക്കെ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെരുപ്പിൻ്റെ അടയാളം, ഫുട്ബോളിൻ്റെ അടയാളം. ഫുട്ബോളൊക്കെ ചെളിയോട് കൂടിയിട്ട് പോയി ചുമരിലടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അടയാളം അതിൽ വരില്ലേ, ഫുട്ബോളിൻ്റെ കട്ടിങ് കറക്റ്റായിട്ട്. അതേപോലെ ചെരുപ്പിൻ്റെയൊക്കെ അടയാളം. ദൈവമേ, ഞാൻ ഭയന്ന് വിറച്ചു. ഇത്രയും ഉയരത്തിലൊക്കെ ചാടിയിട്ട് ചവിട്ടി ചുമരിൽ പതിക്കാനറിയുന്ന വലിയ കുട്ടികളും അത്രയും ഉയരത്തിൽ ഫുട്ബോൾ കൊണ്ട് അടിക്കാനറിയുന്ന കുട്ടികളൊക്കെ ഉള്ള സ്കൂളാണിത്. എളുപ്പമാവില്ല കാര്യങ്ങൾ. ഭയങ്കര ഭയമായി. അത് മനസ്സിൽ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഏതൊരു മാഷ് വന്നിട്ട് ഓരോ കുട്ടികളൊക്കെ ഡിവിഷൻ, ഓരോ കുട്ടിയെ ക്ലാസ്സിലേക്കുള്ള ഇന്ന കുട്ടികൾ, B ക്ലാസ്സിൽ ഇന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ക്ലാസ്സൊക്കെ തിരിച്ചു തന്നു. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ അതൊരു സംശയം. ആ സംശയം എങ്ങനെ പരിഹരിച്ചാൽ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എനിക്ക് അതും മാസങ്ങൾക്ക് ശേഷം, മാസങ്ങളോളം ചിന്തിച്ച് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ മൂന്നാമത്തെ ലോങ് ലാസ്റ്റിംഗ് സംശയം ഉണ്ടായത്, NN കക്കാട് എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു മലയാള ഭാഷയിൽ കവിത എഴുതുന്ന ഒരു കക്കാട് മാഷുണ്ടായിരുന്നു. NN കക്കാടിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു. എന്താണ് കവിതയുടെ പേര്? കാലമിനിയും ഉരുളും വിഷു വരും, വർഷം വരും, പിന്നെ തിരുവോണം വരും, അങ്ങനെ ഒരു വരികളുള്ള. പിന്നെ ഓരോന്നും ഓർമ്മയായി മാറും. എന്തൊക്കെയാ? നമുക്ക് പരസ്പരം ഊന്നുവടികളായി നിൽക്കാം. അപ്പോൾ ഭാര്യയും ഭർത്താവിനെയും പറ്റിയിട്ടാണ് പറയണതുകൊണ്ട് നമുക്ക് പരസ്പരം 3 വടികളായി നിൽക്കാം. നമുക്ക് പരസ്പരം 3 വടികളായി നിൽക്കാം എന്നാണ് എഴുതിയിട്ടുള്ളത്. പരസ്പരം 3 വടികളായി നിൽക്കാമെന്ന്. പോയില്ലേ കഥ? ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ്. പരസ്പരം 3 വടികളായി നിൽക്കാം എന്ന് പറഞ്ഞ അയാൾക്ക് തെറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞത്, ഒപ്പമുള്ള കുട്ടികളോട്. അതെഴുതിയ ആൾക്ക് തെറ്റിയതാണ്. പരസ്പരം 2 വടികളായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ, 3 വടികളായിട്ട് നിൽക്കാൻ പറ്റില്ല. 2 വടികളായിട്ട് ഇങ്ങനെ നിൽക്കാം, ഒരാൾക്കൊരാൾ സപ്പോർട്ടായിട്ട്. 3 വടിയാവാൻ നോ ചാൻസ്. ഞാൻ അതും കുറേ കാലം എന്താണ് ഇയാൾ ഇങ്ങനെ എഴുതിയത് എന്നിങ്ങനെ ചിന്തിച്ച് നടന്നു. ഇങ്ങനെ 3 സംശയങ്ങളായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ദൂരീകരിച്ചത്. ഇങ്ങനത്തെ സംശയങ്ങൾ. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? പരസ്പരം 3 വടികളായി നിന്നത് ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ, ഡിസ്കസ് ചെയ്യാം നമുക്ക്. അങ്ങനെയുള്ള കാലഘട്ടം താണ്ടി വന്നതാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ സ്ഥിതി എന്താ? ഇതാണ് ഇന്നത്തെ കഥ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ബോറടിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല കഥ കേട്ടിട്ട്. എനിവേ, നമസ്കാരം.